നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരിക്ക് മുമ്പുള്ള സാഹചര്യത്തിലേക്ക് ഒട്ടുമിക്ക രാജ്യങ്ങളും നീങ്ങുമ്പോൾ അടിമുടി മാറാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. അതെ, 2.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പറക്കാനൊരുങ്ങുകയാണ് ഇന്ത്യൻ വ്യോമയാന മേഖല. ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ടുമുള്ള ഷെഡ്യൂൾ ചെയ്ത രാജ്യാന്തര വിമാന സർവീസുകൾ 27-ന് പുനരാരംഭിക്കുമ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നതിനൊപ്പം പുതിയവ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് വിവിധ വിദേശ വിമാന കമ്പനികൾ. അതായത് ഡൽഹി ഹെൽസിങ്കി റൂട്ടിൽ പറക്കുന്ന ഫിൻ എയർ മുംബൈക്കും ഹെൽസിങ്കിക്കുമിടയിൽ ആഴ്ചയിൽ 3 സർവീസുകൾ കൂടി ആരംഭിക്കും. ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസ ഏപ്രിൽ 29 മുതൽ ആഴ്ചയിൽ 3 തവണ ചെന്നൈക്കും ഫ്രാങ്ക്ഫർട്ടിനുമിടയിൽ നേരിട്ടുള്ള ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഡൽഹിയിലേക്കും മുംബൈയിലേക്കും സർവീസുകൾ വർദ്ധിപ്പിക്കുമെന്ന് ഡച്ച് എയർലൈനായ KLM അറിയിച്ചു. ആംസ്റ്റർഡാമിലെ ഷിഫോൾ എയർപോർട്ടിൽ നിന്നാണ് KLM വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് പറക്കുക. പോളണ്ടിലെ ലോട്ട് പോളിഷ് എയർലൈൻസ് മാർച്ച് 29 മുതൽ ഡൽഹി വാർസോ സെക്ടറിൽ സർവീസ് പുനരാരംഭിക്കുന്നതായിരിക്കും. മെയ് 31 മുതൽ വാർസോയിൽ നിന്ന് മുംബൈയിലേക്കുള്ള പുതിയ യാത്രാ വിമാന സർവീസുകൾ ആരംഭിക്കുകയും ചെയ്യും. മലേഷ്യൻ എയർലൈൻസ് ക്വാലാലംപൂരിൽ നിന്ന് ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ നിരവധി ഇന്ത്യൻ നഗരങ്ങളിലേക്ക് മാർച്ച് 27 മുതൽ പ്രതിവാരം 25 വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നതായിരിക്കും. 2020 മുതൽ ഷെഡ്യൂൾ ചെയ്ത അന്താരാഷ്ട്ര സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇടക്കാലത്ത് എയർ ബബിൾ കരാറുകൾ പ്രകാരം വിദേശ രാജ്യങ്ങളിലേക്കും ഇങ്ങോട്ടുമുള്ള സർവീസ് സാധ്യമാക്കിയിരുന്നു. എയർ ബബിൾ കരാർ പ്രകാരം വിമാന കമ്പനികൾക്ക് നിശ്ചിത സർവീസുകൾ മാത്രമേ നടത്താൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾ പുനരാരംഭിക്കുന്നതോടെ വിമാന കമ്പനികൾക്ക് അവയുടെ മാതൃരാജ്യവും ഇന്ത്യയും തമ്മിൽ ചർച്ച ചെയ്ത് യഥാർത്ഥ എയർ സർവീസുകൾ കരാറുകൾക്കനുസൃതമായുള്ള ശേഷിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ്. കോവിഡ് മഹാമാരിക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് ഓരോ ആഴ്ചയും മൊത്തം 4700 അന്താരാഷ്ട്ര വിമാനങ്ങൾ പുറപ്പെട്ടിരുന്നു. എന്നാൽ കോവിഡ് കാലത്ത് എയർ ബബിൾ കരാറുകൾ പ്രകാരം പ്രതിവാര സർവീസുകൾ എണ്ണം 2000-ആയി പരിമിതപ്പെടുത്തുകയാണ് ഉണ്ടായതത്രേ. ഇത് രാജ്യാന്തര റൂട്ടുകളിലെ യാത്രാ നിരക്കിനെ സാരമായി ബാധിക്കുകയും ചെയ്തു. വേനൽ അവധിക്കാലത്തിന് മുന്നോടിയായി വിമാന കമ്പനികൾ ശേഷി കൂട്ടുന്നതിനാൽ ഷെഡ്യൂൾ ചെയ്ത രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് യാത്രാ നിരക്കുകളുടെ കാര്യത്തിൽ കുറച്ച് ആശ്വാസം നൽകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും സർവീസുകൾ അനവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് പിൻവലിക്കാനിരിക്കെ പ്രഖ്യാപനവുമായി ഒമാനും രംഗത്തെത്തിയിട്ടുണ്ട്. 8 ഇന്ത്യൻ നഗരങ്ങളിലേക്ക് സാധാരണ നിലയിലുള്ള വിമാന സേവനങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഒമാൻ എയർ അറിയിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ യാത്രക്കാർക്കായി ബുക്കിംഗ് നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ മുതൽ മുംബൈ മസ്കറ്റ് സെക്ടറിലെ ടിക്കറ്റ് നിരക്ക് 100 തുടങ്ങി 110 ഒമാൻ റിയാൽ എന്ന നിരക്കിൽ നിന്ന് 78.9 റിയാലായി കുറയുമെന്നും സൂചനയും ഉയരുന്നുണ്ട്. ഒമാൻ വിമാന സർവീസുകൾ നടത്താനൊരുങ്ങുന്ന നഗരങ്ങൾ ഇവയാണ്: ചെന്നൈ, ഡൽഹി, ഗോവ, കൊച്ചി, കോഴിക്കോട്, മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളാണ്. എന്നാൽ കോവിഡ് വ്യാപന തോത് കണക്കിലെടുത്ത് വിവിധ രാജ്യങ്ങളെ തരംതിരിക്കുന്ന പട്ടികയിൽ മാറ്റവുമായി ഖത്തർ രംഗത്തെത്തി. നിലവിലെ റെഡ് ലിസ്റ്റിൽ നിന്ന് ജോർജിയ, ജോർദാൻ എന്നീ രാജ്യങ്ങളെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങൾ റെഡ് ലിസ്റ്റിൽ തന്നെ തുടരുകയാണ്. പുതുക്കിയ പട്ടിക ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നും ഗൾഫിൽ നിന്നുമുള്ള പ്രതിവാര സർവീസുകളുടെ വിവരങ്ങൾ അറിയുന്നതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.